സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മളെ ഇവിടെ പൊന്നാനി കുണ്ടുകുടി ജംഗ്ഷനിലെ ഒരു കല്ലിക്കടവ് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള അടുത്താണ്. അവിടെ ഒരു യോഗ സ്റ്റുഡിയോ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഇനോഗ്രേഷൻ പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളെ കുമാർജിയാണ്. കുമാർജി എറണാകുളത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലാസ് എടുക്കും. പിന്നെ മറ്റു വിശിഷ്ട അതിഥികളും ഇതിലുണ്ട്. ഈ ഒരു സംഭവം ഇത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബാക്കി വീഡിയോയിലേക്ക് പോവാം. താങ്ക് യു. സ്റ്റുഡിയോ യോഗ സ്റ്റുഡിയോയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യക്രമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന ഒട്ടേറെ നല്ല സ്നേഹസംഘമായിട്ടുള്ള സഹോദരന്മാരും ക്രിസ്ത്യന്മാരും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരും ക്ഷണിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു നമ്മുടെ പങ്കെടുക്കാൻ സൗഭാഗ്യം നൽകുന്നതിൽ ഞാൻ സന്തോഷമാണ്. ഈ ഒരു ഔദ്യോഗിക പരിപാടി വിജയൻ സാറ് ഈ അക്കാദമിയുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യക്രമങ്ങൾക്കും വളരെയധികം സന്തോഷത്തോടുകൂടി ചെയ്യാൻ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സാറാണ്. ഈ സാർക്ക് ഞാൻ എനിക്ക് കൈമാറണം. അദ്ദേഹം ഇവിടെ നിന്നിട്ടുള്ള സ്വാഗതത്തെ സമിതിയുടെ അധ്യക്ഷനെ കുറിച്ച് നമസ്കാരം. യോഗയെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ഇഷ്ടമാണ് യോഗയെ പറ്റി കാര്യം. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും സഹകരിച്ച് ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാവർക്കും അതിലുപരി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുള്ള സാറ്, അതുപോലെ മറ്റെല്ലാ വിശിഷ്ടതകളും ഇതിനുവേണ്ടി ഞാൻ അതായത് സ്വീകരിക്കുന്നുണ്ടവരെ അഭിനന്ദനം അർപ്പിക്കാനായിട്ട് ഞാൻ മെഡിറ്റേഷൻ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടില്ല. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് സ്വാഗതം ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല. ഭാരതീയ വിജ്ഞാനത്തിൻ്റെ എനിക്ക് ഒന്നാമത് യോഗയെ പറ്റിയൊരു കാര്യം എനിക്ക് അറിയില്ല. സാറായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുക്കുന്നത്. ഞാൻ വേറെ പരിപാടികളൊക്കെ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടൊക്കെ പക്ഷേ ഇതിനായിട്ട് ഒന്നും അറിയില്ല. എന്തെങ്കിലും ക്ഷമിക്കണം. ഭാരതീയ വിജ്ഞാന മേഖലയിലുള്ള സർവലൗകികമായ അംഗീകാരത്തിന് ഏറ്റവും ദൃഷ്ടാന്തമാണ് യോഗ. യോഗവിദ്യയെ സംബന്ധിച്ച് സർവസ്പർശിയായി പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് യോഗ. ഇതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പറയാനായി നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മൈക്കവരുടെ യോഗ എന്ന് പറഞ്ഞാൽ യോഗത്തിൻ്റെ പിതാവാണ് യോഗ ഭാരത. സാംസ്കാരികമായിട്ട് പതഞ്ജലി മഹർഷികൾ ഒരു 1500 വർഷത്തെ പഴക്കമുണ്ട് ഈ യോഗയ്ക്ക്. അപ്പം എന്താണ് മനുഷ്യനും മനസ്സും ശരീരം തമ്മിലുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് ആചാര്യൻ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ യോഗമുറകളാണ് ഇന്ന് നമ്മൾ
സമൂഹത്തിൽ നടന്നു വരുന്നത്. ഈ ആധുനിക കാലത്ത് യോഗയ്ക്ക് പ്രാധാന്യം കൂടി. പക്ഷേ ഒരു 100 വർഷം മുന്നേ വരെ ഞാൻ പറഞ്ഞ ചില സാധാരണക്കാരനായ വ്യക്തികൾക്ക് യോഗയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. യോഗ എപ്പോഴും ചെയ്തിരുന്ന ആരായിരുന്നു? മഹർഷിമാരായിരുന്നു. നമ്മൾ പൗരാണികമായ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനെപ്പറ്റി നമ്മൾ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അവർക്കെന്താ മനനം ചെയ്യുകയാണ് മഹർഷിമാരെന്നാണ്. അതാണ് മനനം ചെയ്യുക. പുതിയ കണ്ടെത്തപ്പെട്ട സയൻറ്റിസ്റ്റുകളുടെ ഒരു രൂപമാണ് ഈ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്. പഴയകാലത്ത് മഹർഷിമാരെന്നാണ്. അവർ മനനം ചെയ്ത് പറയുന്നത് ഇന്നത്തെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള വെച്ചിട്ടോ അതിൻ്റെ എക്സ്പെരിമെൻ്റായ ഉപകരണങ്ങൾ പിന്നീട് കണ്ടെത്തുകളല്ല. മനസ്സുകൊണ്ട് മനനം ചെയ്തതാണ്. എത്രയോ കിലോമീറ്ററുകളുള്ള ഭൂമിയും ചന്ദ്രൻ തമ്മിലാകണം, ഭൂമിയും ചൂടും തമ്മിലാകണം. ഇത്ര കാതത്തിന് കണക്കാം. ഇന്നത്തെ കിലോമീറ്ററുകളോ നാനോമീറ്ററുകളോ മീറ്ററുകളോ കണക്കല്ല. അത്രയും കിലോമീറ്ററുകൾ അകലെയാണ് എന്നും അത് ആധുനിക യുഗത്തിൽ ഇത്ര കിലോമീറ്ററുകൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയാണെന്നും ഇന്നത്തെ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തുന്നു തന്നെയാണ്. ചില മാത്രകൾക്ക് ചില വ്യത്യാസം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവരെ കാഴ്ചപ്പാട് നമ്മളെ കാഴ്ചപ്പാട് അധികം ഒരു ട്രിക്കണോമെട്രി നമ്മൾ ഈ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നത് ആംഗിൾ തിയറി പ്രകാരമാണ്. ഇത്ര ഡിഗ്രി ആംഗിളിൽ ഭൂമിയിൽ നിന്ന് നക്ഷത്രം അപ്പുറത്തെ നക്ഷത്രം നമ്മൾ ഒരു ആംഗിൾ ഉണ്ടാവില്ല. നമ്മൾ സാങ്കല്പികമായൊരു ആംഗിളാണ് കണ്ണിൻ്റെ ദൃശ്യം. അതിൻ്റെ ലെങ്ത് വെച്ച് കണക്കാക്കിയിട്ടേക്കുന്ന ഇവർ എത്ര കിലോമീറ്റർ ദൂരമാണൊക്കെ കണ്ടെത്തുകയും പൈതഗോറസ് തിയറിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അപ്പം അത്രമാത്രം നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് ഞാൻ പറയാം. വാമൊഴികളായിരുന്നു, മഹർഷി പരമ്പരകളായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഒരാൾ കണ്ടെത്തിയ ഒരു തിയറി അത് അയാളെ ശിഷ്യഗണങ്ങൾ പാടി പാമൊഴികളായിട്ട് വാമൊഴികളായിട്ട് അടുത്ത തലമുറയ്ക്ക് അടുത്ത കാലത്താണ് അത് തിയററ്റിക്കലായിട്ടും എഴുത്ത് രൂപാന്തരത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ യോഗയുടെ പ്രാധാന്യം വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു 100-200 വർഷം സാധാരണക്കാർക്ക് ആവശ്യമില്ലാന്ന് പറയുന്നത് നമ്മളെല്ലാം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അല്ലേ. എപ്പോഴും അധ്വാനശീലമാണ്, വെറുതെ ഇരിക്കുന്നില്ല. കയ്യും കാലും ശരീരവും ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കിലോമീറ്ററുകൾ നടന്ന് അധ്വാനിച്ച് വേർപ്പ് പൊന്നാക്കിയിട്ടാണ് നമ്മുടെ കുടുംബം നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് യോഗയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അവർ ശരീരം ഓട്ടോമാറ്റിക്കലി ഈ ഒരു യോഗാഭ്യാസത്തിലൂടെയാണ് ഓരോ നിമിഷങ്ങളും പോകുന്നത്. പക്ഷെ ഇന്നത്തെ കാലം മാറി. ഇന്ന് ആരാ പണിയെടുക്കണം? മെക്കാനിക്കലായി ഇല്ല, യന്ത്രങ്ങൾ പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ മോട്ടറാണ് ഉണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മതി അല്ലേ, വെള്ളം കോരി. മറ്റേ നമ്മൾ കൈകൊണ്ട് കോരുമ്പോൾ നല്ല എക്സസൈസ് ആയിരുന്നു. വെള്ളം കോരിയിട്ടാണ് നമ്മൾ തലയിൽ ഒഴിച്ച് വെള്ളം കുളിക്കുന്നത്. അല്ലെങ്കിൽ പുഴയിൽ പോയിട്ട് അധികം 90% ആൾക്കാർ പുഴയിൽ കുളിക്കുക. അപ്പോൾ നീന്തും. ശരിക്കും ശാരീരികമായും മാനസികമായും ഉല്ലാസം യോഗ നമ്മൾ അറിയാതെ തന്നെ ആ ദിനചര്യയിലുണ്ടായിരുന്നു. പക്ഷേ ആധുനിക കാലഘട്ടത്തിലല്ല, എല്ലാ യന്ത്രവൽക്കരണമാണ്. ഒരടി സ്കൗട്ടില്ലാത്തൊരു ആരുമില്ല. ഒന്നും ചെയ്യാതെ ശരീരം അനങ്ങാതെ ആയതുകൊണ്ട് പല അസുഖങ്ങളും. അപ്പം ഈ കാലഘട്ടത്തിൽ യോഗ അത്ര പ്രാധാന്യമുണ്ട്. നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്താലോ എത്ര നമ്മുടെ ശരീരത്തിൽ മനസ്സിലൂടെ കയ്യിലും കാലൊക്കെ വേദന യോഗ. അപ്പോൾ അത്രമാത്രം ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്ന് നിങ്ങളെല്ലാവരും യോഗ പ്രാധാന്യം മനസ്സിലാക്കി ഇതിൽ നിങ്ങളെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സമയമില്ലാത്തതുകൊണ്ട് ഏകദേശം 100 വർഷമൊക്കെ കൂടിയുകൊണ്ട് നമുക്ക് ഇരിക്കാനൊരു പരിധികളുണ്ട്. ഈ വാക്കുകൾക്ക് നമുക്ക് ഇഷ്ടം. योगेन चित्तस्य पदेन वाचा मनं शरीरस्य च वैद्यकेन योपाकरोतं प्रवरं मुनिना पतञ्जलिं प्राञ्जलिं ज्ञानदोऽस्मि। ॐ शान्ति शान्ति शान्ति।
സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സാറിനെ ക്ഷണിക്കുകയാണ്. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രാധാന്യം എന്താണ് എന്ന് നമ്മോടിപ്പോൾ തൊട്ട് മുമ്പ് സംസാരിച്ച അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആരോഗ്യകരമായ ജീവിതത്തിന് 5 കാര്യങ്ങളിലെ ഒരു പ്രധാന കാരണമായിട്ടാണ് വ്യായാമം പറയുന്നത്. എല്ലാവരും ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 5 അടിസ്ഥാന തൂണുകളാണ് ആരോഗ്യത്തിന്. അതിലൊന്നാമത്തത് ശരിയായ ഭക്ഷണം. നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ശരീരത്തിന് ഗുണകരമായ ഭക്ഷണം എന്നർത്ഥം. രണ്ടാമത്തത് ശരിയായ വ്യായാമം. എല്ലാ ദിവസവും നമ്മൾ മിനിമം കുറഞ്ഞ സമയമെങ്കിലും വ്യായാമം ചെയ്യും. 3 ശരിയായ ശ്വസനം. നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ശ്വാസം എടുത്തു വിടുന്നതാണ്. എപ്പോഴാണ് ഈ ശ്വാസം നിൽക്കുന്നത് അപ്പോൾ മരണം. അതുകൊണ്ട് ശ്വാസം നമ്മളുടെ അടിസ്ഥാന ഘടകമാണ്. നാലാമത് ശരിയായ വിശ്രമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മിനിമം 8 മണിക്കൂർ വിശ്രമം കിട്ടണം. നല്ല ഉറക്കം കിട്ടണം എന്നർത്ഥം. ഇന്ന് എത്ര പേര് മരുന്ന് കഴിക്കാൻ ഉറങ്ങുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ ഉറങ്ങേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ്. ഇന്നിപ്പോ ജോലിയുടെ സ്വഭാവമൊക്കെ മാറിക്കൊണ്ട് പകലുറങ്ങുകയും രാത്രി ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്കൊക്കെ നമ്മുടെ സമൂഹം മാറി. IT ഫീൽഡ് പോലെ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട്. പിന്നെ വർക്കിന്റെ പ്രഷർ കാരണമുള്ള സ്ട്രെസ്, ഇതെല്ലാം നമ്മുടെ ഉറക്കത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ ഉറക്കം, ശരിയായ വിശ്രമം നമുക്ക് ആവശ്യമാണ്. അഞ്ചാമത്തെ ശരിയായ ചിന്ത, പോസിറ്റീവ് തോട്ട്സ്. നല്ലത് മാത്രം കാണുക. മറ്റുള്ളവന്റെ നന്മ കാണാനുള്ള ഒരു മനസ്സും നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാകും. ഈ 5 കാര്യങ്ങളുള്ള ഒരാളാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുക. ഈ 5-ൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് അനാരോഗ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതിനൊരു നല്ല ഉദാഹരണമാണ്. നിങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട് വികസിക്കുന്നതനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ചുറ്റുപാടുകളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം അല്ലേ? ഒരു കാലത്ത് നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറവാണ്. ക്ലിനിക്കുകളാണ് ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ ക്ലിനിക്കുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങാം. അതുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ്, കുറച്ചൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ നടന്നില്ലെങ്കിൽ നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് പോകും. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സർജറി പോലുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ക്രോണിക് കേസുകൾക്ക് നമ്മൾ സമീപിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്ന് നമുക്ക് ഒരു ജില്ലയിൽ 2 or 3 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. നമ്മൾ നോക്കിയാണ് 2 or 3 അല്ല, അതിൽ കൂടുതലാണ് പല ജില്ലകളിലും. നമുക്ക് നോക്കിയാൽ എന്തായാലും എണ്ണം ഹോസ്പിറ്റലുകളുടെ വളരെ കൂടിയിരിക്കുന്നു. ഈ എണ്ണം കൂടിയത് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെ നമുക്ക് പോയി ഒരു അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് ഈ സ്വാധീനമുള്ളവരെ കൊണ്ട് വിളിച്ചു പറയുന്നത് ബെഡ് കിട്ടാൻ. അവിടെ ഒരു മാസം വരുന്ന രോഗികളുടെ എണ്ണവും ഓരോ സ്പെഷ്യാലിറ്റിയിലും വന്നു പോകുന്ന രോഗികളുടെ എണ്ണവും ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ നാടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സംവിധാനവും നമ്മൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സംവിധാനം ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാകണം. ഈ 5 കാര്യങ്ങൾ ശരിയാവാത്തിടത്തോളം കാലം നിങ്ങൾ ഒരു കാരണവശാലും ആരോഗ്യത്തോടുകൂടി
ഇന്ന് നമ്മൾ ഒരാളോട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ, കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു ഉഷാർ എന്ന് പറയുന്ന ഒരാളോട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു പ്രഷർ അത് ഇന്ന് മാറി. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പ്രഷർ വളരെ കൂടുതലാണെന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം. ഇതിനെ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നാണ് പറയുക. ആയിരിക്കണം. അപ്പൊ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ശരീരബോധത്തിൽ നിന്ന് മാറാനും സാധിക്കും. അനന്ത സമാപത്യ ഉപദേശിക്കുന്നതെന്നാണ് ഹഠയോഗാചാര്യൻ പറഞ്ഞത്, രാജയോഗത്തിന് വേണ്ടിയിട്ട്. കാരണം പതഞ്ജലി മഹർഷി രാജയോഗത്തിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ അവിടെ വിവരണം അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലായിരുന്നത് കൊണ്ട് അത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അത് പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട്, അതിനെക്കുറിച്ചൊരു വിവരണം ആവശ്യമുള്ളത് കൊണ്ട് അതിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയായിട്ട് ഞാൻ ഈ ശാസ്ത്രത്തെ പറയുന്നു എന്നാണ് ഹഠയോഗാചാര്യൻ. കേവലം രാജയോഗായ ഘടവിദ്യോ ഉപദേശരേ. ഞാൻ ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജയോഗത്തിലേക്ക് എത്താനാണ്. അപ്പൊ രാജയോഗം ഹഠയോഗം രണ്ടാണ്. ആണോ? അല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. എങ്ങോട്ടാ? അങ്ങോട്ട് എത്താനുള്ള അതിന് മുമ്പുള്ള യോഗ ഇല്ലേ? അപ്പൊ ഇങ്ങനത്തെ യോഗകൾ വന്നു. അപ്പൊ എന്താണ്? അത് ആചാര്യന്മാര് ഇതിന്റെ ഉള്ളിൽ നിന്ന് അവരുടേതായ ഒരു സമ്പ്രദായത്തെ എന്ത് ചെയ്തു? അവർ ചിട്ടപ്പെടുത്തി. അതും യോഗയിൽ നിന്ന് വ്യത്യസ്തമാണോ? അല്ല. ഈ പറഞ്ഞ ട്രഡീഷണൽ സംവിധാനത്തിൽ നിന്ന് അവരൊരു ക്രമം ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതും പുതിയൊരു സമ്പ്രദായമാണ്. നമുക്കങ്ങനെ പുതിയ സമ്പ്രദായത്തെ കാണാൻ സാധ്യമല്ല. അപ്പൊ ട്രഡീഷണൽ നമ്മൾ നോക്കിയാൽ യോഗം എന്ന് പറയുന്നത് ഹഠയോഗ പദ്ധതിയാണെന്ന് നമുക്ക് കാണാം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പതഞ്ജലി മഹർഷി യോഗയെ ഉപദേശിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പതഞ്ജലി മഹർഷി യോഗ ഉപദേശിക്കുന്നത് ചിത്തവൃത്തി നിരോധിക്കുക. നമ്മൾ എപ്രകാരമാണോ വീട് നമ്മളെ സംരക്ഷിക്കുന്നത്, അപ്രകാരം ഹഠയോഗം രോഗ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് ആചാര്യം പറഞ്ഞിരുന്നത്. അപ്പൊ എന്തിനും ഹാനികരമായിട്ട് നിങ്ങളിലുള്ളത് ആ സംവിധാനങ്ങളെല്ലാം ക്രമപ്പെടുത്തി ആരോഗ്യമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ആർക്ക് സാധിക്കും? ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ തലത്തിലുള്ള വികാസത്തിന് ഈ കേന്ദ്രം അതിനൊരു ചവിട്ടുപടി ആയിട്ട് മാറട്ടെ, അതിന് കഴിയട്ടെ എന്നുള്ളതാണ്. കുമാരനെ വളരെ ദീർഘകാലമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ദീർഘകാലമായിട്ടുള്ള പരിചയം അദ്ദേഹമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചപ്പോൾ ഇത്ര അകലെയാണെങ്കിൽ ഇവിടെ വരെ വരാൻ ഉള്ളൊരു മനസ്സുണ്ടായത്. അതുകൊണ്ട് ഒപ്പം ഈ കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യുന്ന ആളാണ് യോഗ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഭാഗമാവാനും അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തെ കുറച്ചുകൂടി ഒരു നല്ല രീതിയിലുള്ള കേന്ദ്രമാക്കി വികസിപ്പിച്ചു കൊണ്ടുവരാനും മറ്റുള്ളവരെ നമുക്ക് ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവരാനും മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശത്തെ എത്തിക്കാനും ഈ ആരോഗ്യത്തെ അനുഭവിക്കാൻ, ഈ സന്തോഷത്തെ അനുഭവിക്കാനുള്ള ഒരു അവസരം നമുക്ക് സമൂഹത്തിന് നമ്മളിലൂടെ ഉണ്ടാവാനും ഒക്കെ നമ്മുടെ ഈ വാമൊഴിയിലൂടെ സാധിക്കും. നമ്മൾ മറ്റുള്ള ആളിലേക്ക് പറഞ്ഞു പോയാൽ അവരെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അവർക്ക് ഈ സന്തോഷത്തെ ഇവിടെ നിന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഈ സമൂഹത്തോടുള്ള ഒരു കടപ്പാട് കൂടി നമുക്ക് അതിലൂടെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ സെന്ററിനെ ഒരു വർഷം കഴിയുമ്പോൾ വളരെ മനോഹരമായ, വളരെ ഫർണിഷ്ഡായി, ചൂടൊന്നും അടിക്കാത്ത രീതിയിൽ കുറച്ചുകൂടി ഒരു സുന്ദരവും മനോഹരവുമായ ഒരു സ്ഥലത്ത് വളരെ സജീവമായി ചലനാത്മകമായി നടക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ പൊന്നാനി യോഗ സ്റ്റുഡിയോ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന് നിങ്ങളുടെ സഹായം പതഞ്ജലി മഹർഷി രൂപപ്പെടുത്തിയ ഒരു മാലയിൽ മുത്തുമണി എങ്ങനെയാണോ കോർത്തൊരു മാലയാക്കി നിൽക്കുന്നത്, അതുപോലെ ആ യോഗയെ തീർത്തായി പതഞ്ജലി മഹർഷിയെ കുറിച്ച് അത് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനോജേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഇനി കടക്കണം വിചാരിക്കുന്നില്ല. കാരണം യോഗ കൊണ്ട് നമുക്ക് എന്ത് ഗുണം? വ്യായാമം കൊണ്ട് നേടണമെങ്കിൽ അത് ജിമ്മിൽ പോകാം. തീർച്ചയായിട്ടും ജിമ്മിൽ പോയാൽ നമുക്ക് ഇന്ന് കാണുന്നത് തടി അല്പം കുറഞ്ഞാൽ, തടി അല്പം കൂടിയാൽ ജിമ്മിൽ പോവുക. ഇതൊരിക്കലും തടി കൂടാതിരിക്കാനും നമ്മുടെ ശരീരം എന്നും നിലനിർത്താനും സൗന്ദര്യമുള്ള ശരീരമാകാനും ഏറ്റവും ഗുണപ്രദമായ പദ്ധതി യോഗയാണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്കതിനെ കുറിച്ച് മനസ്സിലാകുക, വ്യക്തമായിട്ട് മനസ്സിലാകുക. സാധാരണയായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരു ഒറ്റ ആസനമാണ് ചെയ്യുക. എന്നാൽ വളരെ എളുപ്പം ഒന്നും ചെയ്യണ്ട, ശവാസനത്തിൽ കിടന്നാൽ മതി, അല്ല കിടന്നാൽ മതി. അതല്ല,
യോഗയെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയധികം സംസാരിക്കാനും യോഗയിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരാനും ആകർഷിക്കാനും നമ്മുടെ ഇന്ന് ഭാരതത്തിൽ അതിന് ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ യോഗ അഭ്യസിക്കണമെന്ന് വിചാരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മുടെ ഭാരതത്തിൽ നിന്നിരുന്ന ഈ യോഗ സമുദായം ഇന്ന് ലോക രാഷ്ട്രങ്ങൾ യോഗ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നൊരു കുമാർജിയെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അടുത്തടുത്ത് അറിയുന്നതാണ്. അദ്ദേഹം ഈ കാണുന്ന ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം പരിശീലിപ്പിച്ചെടുത്ത ഒരു കുട്ടി ഇന്ന് ഇന്റർനാഷണൽ ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടിയാണ്. ഇന്റർനാഷണൽ ഗോൾഡ് മെഡൽ ഈ കഴിഞ്ഞ സമയങ്ങളിൽ നേപ്പാളിൽ വെച്ച് ആ കുട്ടി മത്സരിക്കുന്നുണ്ട്. ഗോൾഡ് വിന്നറാണ്. അതിനു മുൻപ് ഡൽഹിയിൽ വെച്ച് മത്സരിച്ചു, നാഷണൽ മെഡൽ, അതും ഗോൾഡ് മെഡലാണ്. അത് വാങ്ങിയതിന് ശേഷം ആ കുട്ടി പരിശീലിച്ചത് കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുതൽ, കഴിഞ്ഞ കാലങ്ങൾ 1 വർഷം മുൻപ് വരെ നമ്മുടെ വിദ്യാനികതയിലായിരുന്നു. അവിടെ അധ്യാപകനാണ്, യോഗാധ്യാപകനാണ് കുമാർജി. അദ്ദേഹം ആ കുട്ടിയെ പരിശീലിപ്പിച്ചു. പക്ഷെ ആ കുട്ടി വന്നത് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ശാരീരികപരമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും പോകാനും സൗന്ദര്യം വർദ്ധിക്കാനും ഏറ്റവും കൂടുതൽ ഇന്ന് ബ്യൂട്ടി പാർലറിലല്ല പോട്ടത്. യോഗയിൽ നിത്യമായിട്ട് നമ്മൾ യോഗ അഭ്യസിച്ച് വരുന്ന ആൾക്ക് ഒരിക്കലും അവനവന്റെ ശരീരത്തിൽ നിന്ന് ആ സൗന്ദര്യം പോകില്ല, സൗന്ദര്യം വർദ്ധിക്കുകയുള്ളൂ എല്ലാ അർത്ഥത്തിലും. അപ്പൊ എല്ലാ ആൾക്കാരും അസുഖം വന്നിട്ടല്ല യോഗയിലേക്ക് വരുന്നത്, അസുഖം വരാനുമല്ല. നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഒരിക്കലും വരാതിരിക്കാൻ നമുക്ക് യോഗ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മളുടെ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നേരം നമ്മൾ എല്ലാവരും യോഗയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അത് നമ്മളുടെ ശരീരത്തിനും എല്ലാറ്റിനും ഗുണകരമാകും. അതിന് എല്ലാ കഴിവുകളും ജഗദീശ്വരൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്, കുമാർജി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കും അദ്ദേഹത്തിന്റെ കഴിവുകൾ പകർന്നു കിട്ടാൻ നമ്മളും യോഗയുമായി ബന്ധപ്പെടുക. ഈ യോഗ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വളരെ വിപുലമായ അന്തരീക്ഷത്തിൽ, ഈ ഒരു അന്തരീക്ഷമല്ല, ഈ ഒരു സെന്റർ അല്ലാതെ പൊന്നാനിയിൽ വീണ്ടും സെന്ററുകൾ വർദ്ധിപ്പിക്കാനും നമ്മൾ ഇന്ന് ഇരിക്കുന്ന എല്ലാവരും വിചാരിച്ചാലും അത് സാധിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ വന്നിട്ടുള്ള എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിനുള്ള എല്ലാ കഴിവുകളും ജഗദീശ്വരൻ കുമാർജിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറഞ്ഞത് വേറെ ആരെയുമല്ല, ഇന്റർനാഷണൽ മെഡൽ വാങ്ങി, ഗോൾഡ് മെഡൽ വാങ്ങിയ ആ കുട്ടി ശിവനെയാണ്. അത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. PSCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. എൻ്റെ സാധാരണ അപ്പുറത്തിരിക്കുന്ന ഗംഗാധരൻ സാറ്. ഇങ്ങനൊരു ക്ഷണം കിട്ടിയപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഗം വിജയിച്ചു. ഇന്ന് നമ്മൾ എല്ലാ ആളുകളും, ഭൂരിഭാഗം ആളുകളും വളരെ സയൻസ് സ്റ്റഡി പ്രോഗ്രാം പോലുള്ള ജീവിതശൈലി രോഗ നിയന്ത്രണ ക്ലിനിക്കുകൾ നടക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളോട് ചോദിച്ചാലും നമ്മൾ നേരത്തിരിക്കും, വയസ്സായ ആളുകളൊക്കെ ഉണ്ടാവും, പിന്നെ കണ്ണിലൊക്കെ നല്ല നോക്കി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ട് സാറേ മാസങ്ങളായി, ആഴ്ചകളായി ഉറക്കില്ലാനുള്ള അവസ്ഥകളിലാണ് ഭൂരിഭാഗം ആളുകളും ഇന്ന് ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ സുഖമായിട്ടങ്ങ് ഉറങ്ങണം. അങ്ങനെ സുഖമായിട്ടങ്ങ് ഉറങ്ങണമെങ്കിൽ നമുക്ക് സാറ് പറഞ്ഞ വിഭൂതി നമ്മുടെ മനസ്സിൽ നിന്ന ചൈതന്യം ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഈ യോഗ. അത് യാതൊരു സംശയവും. അപ്പൊ എല്ലാ കുട്ടികളും, ഈ കുട്ടി വന്നപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടി ഏതൊരു സ്റ്റാറാണെന്ന് എനിക്ക് തോന്നിയ നിൽപ്പ് കണ്ടപ്പോൾ, വെറുതെ പറഞ്ഞതല്ല.
അപ്പോൾ അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. ഒരുപാട് ഡൈവോഴ്സുകളും ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് മറികടക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സും നമ്മുടെ ചൈതന്യവും നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് സംബന്ധിച്ചിടത്തോളം മനസ്സ് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ലഡു സാധനങ്ങളൊന്നും കഴിക്കണ്ട. നല്ല വിഷമിച്ച് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ സാധനം ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ ഷുഗർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് ഹൈ ആയിരിക്കും. ബി പി ആണെങ്കിൽ അങ്ങനെ തന്നെ. എത്ര ആൾക്കാരെ ബി പിക്ക് മരുന്ന് വെച്ചുകൊണ്ടിരിക്കണേ. അപ്പോ നമ്മൾ എത്തേണ്ട സ്ഥലമാണ് ഇത്തരം സെന്ററുകൾ. അപ്പൊ ഇത്തരം സെന്ററുകൾ ഇവിടെ തുടങ്ങാൻ എന്താ പറയാ മുന്നിട്ടിറങ്ങിയ മുഴുവൻ ആളുകൾക്കും അതിന്റെ സംഘാടകർക്കും അതിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു മയക്കുമരുന്നിന്റെ കൂടെയും പോകില്ല. സംശയമുണ്ടോ നിങ്ങൾക്ക് കാര്യത്തിൽ? ഒരു മയക്കുമരുന്നിന്റെ കൂട്ടത്തിലോ ഒരു ആശുപത്രി കൂട്ടുകെട്ടിലോ നമ്മുടെ കുട്ടികളെ ഒരു കാരണവശാലും. അപ്പൊ ഇത് വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊരു കേന്ദ്രത്തിൽ തുടങ്ങി ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്ത് ഇത് വളർന്ന് പന്തലിച്ച് വരണം. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. 80കളിലൊക്കെയാണ്. അതിപ്പോഴും ഞാൻ തുറന്നു പോയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇതുവരായിട്ട് ഞാനിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒരേ സ്റ്റേജിൽ നിൽക്കുന്നതിൻ്റെ ടെസ്റ്റ് കൊണ്ട് പോയാലും ഡ്രൈവിംഗ് സ്കൂളിലാണ് പണി, ഡ്രൈവിംഗ് ഉപയോഗിക്കാനാണ് പണി. ഡ്രൈവിംഗ് ടെസ്റ്റ് ആയാലും 58 വയസ്സായ നമുക്ക് എന്ന് പറയുമ്പോൾ ഞാനത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് ഈ യോഗയിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ മതത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, മതത്തിൻ്റെ ഇതൊന്നും ഇതിൽ വരുന്നില്ല. ഇതിൽ ഗുരുവിനാണ് പ്രാധാന്യം ഞാൻ കണ്ടത്. ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ അറിവിൽ വലിപ്പമുള്ളവനെ ആ വലിപ്പത്തെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. അതുപോലെ തന്നെ യോഗയെ പറ്റി പറയുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ വളരെയേറെ കരുത്ത് പകരുന്നതാണ് യോഗയിൽ ഉണ്ടാകുന്ന കാര്യം, ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യോഗ നമ്മളെ മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതിനും വളരെ ഗുണമാണ്. അതുകൊണ്ട് എല്ലാവരും യോഗ അഭ്യസിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി പറയാനായി 100 പേര് വന്നാലും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു വേദിയിൽ സംസാരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എനിക്കിത് ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടിയാണ്. വന്നിട്ടുള്ള എല്ലാവരോടും, എനിക്ക് അതിഥികളുടെ എല്ലാവരോടും, എല്ലാ ഗുരുക്കന്മാരോടും, എല്ലാ സുഹൃത്തുക്കളോടും വന്ന എല്ലാവരോടും എന്നെ ആത്മാർത്ഥമായിട്ട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഇങ്ങനെ ഒരു വേദി ഒരുക്കി കിട്ടി എല്ലാവർക്കും മുന്നിൽ അതിനൊരു അവസരം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഇങ്ങനെ നല്ല ഒരു ക്ഷണം സ്വീകരിച്ച് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ആത്മാർത്ഥത്തോടു കൂടി എന്നെ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ വേദിയിൽ നിങ്ങളോട് മുന്നിൽ പറയാനുള്ളത്. അത് വളരെയധികം നന്ദിയുണ്ട്. കൂടാതെ തന്നെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള മനോജ് സാറും അതുപോലെ തന്നെ ജ്യേഷ്ഠതുല്യനായ ഗണേശ് ചേട്ടനും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള സാറുമാരും പല തവണ പല കാര്യങ്ങളിലേക്കും അദ്ദേഹത്തെ മുന്നിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നേരിട്ട് തന്നെ ഒരു പരിചയം എന്താണെന്നുള്ളതിന് തോന്നൽ എനിക്ക് തോന്നി. എങ്കിലും അതൊക്കെ വളരെയധികം സന്തോഷമാണ്. എല്ലാ കാര്യത്തിലും അവർ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുന്നു എന്നുള്ള സന്തോഷം മാത്രമാണ് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. വളരെയധികം ഈ ഒരു കാര്യക്രമത്തിൽ വന്ന് ഞങ്ങൾ എന്നെ കൂടെ സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വളരെ ആത്മാർത്ഥത്തോടെ നന്ദി പറയുന്നു. ചെറിയ കോൾഡൊക്കെ നമസ്തേ. നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ മോർണിംഗിലെ ക്ലാസ് 6 to 7:30 ആണ്. സമയമാണ് നമ്മൾ ഇവിടുത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. രാവിലെ 6 to 7:30, വൈകുന്നേരം 6 to 7:30 എന്നുള്ള രീതിയിലാണ് 2 ബാച്ചായിട്ടാണ് ഈ ക്ലാസ് ഇവിടെ നിന്ന് തുടർന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നിങ്ങളെല്ലാവരുടെയും സഹായം വേണം. എല്ലാവരും യോഗയ്ക്ക് വരണം. എല്ലാവരും നന്നായിട്ട് ഈ യോഗയുടെ കാര്യക്രമങ്ങളിൽ പങ്കെടുത്ത് സ്വന്തം ശരീരം ഒന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പം എല്ലാവരും എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഈ ക്ലാസ്സിൽ എത്തിച്ചേരണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കും.
അപ്പോൾ ഈ നമ്പർ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്, 2 നമ്പറുകളുണ്ട്. ആ നമ്പറിൽ ആർക്കും വേണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. ശരി. വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണി മുതൽ 7 മണി വരെയാണ്. അപ്പോൾ അവിടെ വീട് തറയണം.